മൂന്നാം കക്ഷി ഉണ്ടാക്കാനുള്ള മസ്കിന്റെ നീക്കത്തെ പരിഹസിച്ച ഡൊണാൾഡ് ട്രംപ്. എലോൺ മസ്കിന്റെ നീക്കം അപഹാസ്യവും അസംബന്ധവുമെന്ന ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. അമേരിക്കയെ പോലൊരു രാജ്യത്ത് മൂന്നാം കക്ഷിക്ക് ഒരു സ്ഥാനവുമില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. കൃഷ്ണ ചെറിയാൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചെയ്യുന്നു. കൃഷ്ണ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, യഥാർത്ഥത്തിൽ ഈ ട്രംപിന് എന്താ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് തന്നെ വിട്ടുപിടിക്കും. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ട്രംപിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പല കാര്യങ്ങളും ഒരു കാൽക്കുലേറ്റഡ് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ട്രംപും മസ്കും തമ്മിലുള്ള ഒരു ബ്രോമാൻസ് അതിനൊരു അറുതിയായിട്ട് കുറച്ചാഴ്ചകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. മസ്കിന് എക്സ് ഉണ്ട്, ട്രംപിന് ട്രൂത്ത് സോഷ്യൽ ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇവർ പരസ്പരം ഈ വാക്പോർ ഇങ്ങനെ തുടരുന്നത്. അതിനിടയ്ക്കാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അത് പാസ്സായാൽ ഞാൻ പുതിയ പാർട്ടി ഉണ്ടാകുമെന്ന് എലോൺ മസ്ക് പറയുന്നത്. അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, ദ അമേരിക്ക പാർട്ടി. അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഏകകക്ഷി സംവിധാനമാണ്. അവരുടെ സ്വന്തം ഇഷ്ടങ്ങളാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം കക്ഷി അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഞാൻ ദ അമേരിക്ക പാർട്ടി ഉണ്ടാക്കുന്നുവെന്ന് ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിൽ ട്രംപിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. ആ പ്രതികരണവും അങ്ങനെ വന്നിരിക്കുകയാണ്. ആദ്യം ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചത്. ഇത് തികച്ചും വിഡ്ഢിത്തം, അസംബന്ധം, അപഹാസ്യം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വിശദമായി ഒരു കാര്യം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ ഫീഡിന് മുന്നിലാണ്. അപ്പോൾ ഇതിലാണ് ട്രംപിന്റെ ട്രൂത്തുകൾ വരാറുള്ളത്, പരാമർശങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇതിലും അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 5 ആഴ്ചയായി ഇലോൺ മസ്ക് ഒരു വഴി തെറ്റിയ ട്രെയിൻ എങ്ങനെയാണോ ഒരു അപകടം സംഭവിക്കുന്നത് അതേപോലെയുള്ള അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ധാരണ അമേരിക്കൻ സംവിധാനത്തെ പറ്റി ഇലോൺ മസ്കിനില്ല. അമേരിക്ക ഒരു ദ്വികക്ഷി സംവിധാനമാണ്. അതിൽ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി നന്നായി പോകുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വഴിതെറ്റിയ കുറേ പേർ ഡെമോക്രാറ്റ് പാർട്ടി രൂപീകരിച്ചു. ഇനി ഒരു മൂന്നാം കക്ഷി എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ഇനി യഥാർത്ഥ പ്രശ്നം ഇലോൺ മസ്കിൻ്റെത് ഇതൊന്നുമല്ല. ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലോൺ മസ്ക് നമുക്കറിയാം ടെസ്ല എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതിന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കും, സബ്സിഡീസ് ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് എന്നോടൊപ്പം ചേർന്ന് നിന്നത്. പക്ഷേ ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്, ജനങ്ങൾക്ക് ഹൈബ്രിഡ് വാഹനങ്ങളും മറ്റ് ഗ്യാസലിൻ വാഹനങ്ങളും വാങ്ങിക്കാനുള്ള അനുമതിയുണ്ട്. ഞാൻ എൻ്റെ പോളിസി അത് തന്നെയാണ്. അപ്പോൾ ഇലോൺ മസ്കിന് താനുമായുള്ള പിണക്കത്തിന് കാരണം യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക കാരണമാണ്, അഥവാ ഈ സബ്സിഡി ആണെന്നാണ് ട്രംപ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇനി കൂടുതൽ വാക്പോർ എന്തുണ്ടാകും, ഏത് രീതിയിലായിരിക്കും ഇലോൺ മസ്ക് ഈ പാർട്ടി ഫോം ചെയ്യുക? പകുതി അമേരിക്കൻസും ഈ പ്രസന്റ് സംവിധാനത്തെ, നിലവിലുള്ള സംവിധാനത്തെ എതിർക്കുന്നുവെന്ന് പറഞ്ഞാണ് ഇലോൺ മസ്ക് ഈ പാർട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി എത്ര പേർ ആ പാർട്ടിയിൽ ചേരും, ഇനി കൂടുതലായി പ്രതികരണം എന്താണ് ട്രംപിൻ്റേത് വരുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. കൂടുതൽ കളിച്ച് ആഫ്രിക്കയിലേക്ക് മടക്കി വിടും എന്ന് ചവിട്ടിക്കയറ്റും എന്നുകൂടി ഈ അടുത്തിടെ ഇദ്ദേഹം പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്നാലും ഇലോൺ മസ്ക് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ്, അമേരിക്കൻ ഡോളറാണ്, നിങ്ങൾക്കറിയാം, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റൊക്കെ അറിയാമല്ലോ, ആ ഡോളർ ചെലവഴിച്ചാണ് ഇദ്ദേഹത്തിനെ പ്രസിഡന്റ് പദത്തിൽ എത്തിച്ചത്. എത്തിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ കാര്യങ്ങൾ കുഴപ്പത്തിലായി.